എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ മലയാളം പാഠം അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ജീവിതം പടർത്തുന്ന വേരുകൾ എന്നാണ് യൂണിറ്റിന്റെ പേര്. അതിന് 3 പാഠഭാഗങ്ങളാണുള്ളത്. 1 പ്ലാവിലക്കഞ്ഞി, 2 ഓരോ വിളിയും കാത്ത്, 3 അമ്മത്തൊട്ടിൽ. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്ന കവിതയാണ്. അമ്മത്തൊട്ടിൽ എന്ന കവിത പ്രധാനമായിട്ടും വൃദ്ധന്മാർ ഇന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ആണ് കൂടുതലായിട്ടും വിശകലനം ചെയ്യുന്നത്. ഇന്ന് അവരനുഭവിക്കുന്ന കുറെ പ്രയാസങ്ങൾ കണ്ടിട്ടാവണം കവിക്ക് ഇത്തരമൊരു കവിത എഴുതാൻ പ്രചോദനം ഉണ്ടായത്. ആദ്യമായിട്ട് ഞാനൊന്ന് കവിത ചൊല്ലാം, അതിനുശേഷം പാഠഭാഗത്തിലേക്ക് കടക്കാം. അമ്മത്തൊട്ടിൽ, റഫീഖ് അഹമ്മദ്. പിൻസീറ്റിലെത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ട് ഓരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നു എന്ന് ചോദിച്ചില്ല എന്തിനെന്നും, പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ കിഞ്ഞാണവർണ്ണമായി. പാടയും കീഴയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ ആകാശഗോപുരങ്ങൾക്കു താരത്തവ. നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു ഇപ്പെരുമാളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാരെന്നോർത്തു. പെറ്റുകിടക്കും തെരുവുപട്ടിക്കെന്തൊരുറ്റം കുരച്ചതിൽ ചാടിക്കുതിക്കുന്നു. ജില്ലാശുപത്രിക്കരികിലൊരേയൊരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി. 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒരിരു കനത്തൊരിടം. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ടപ്പടിയോരോന്ന് കേറി തികച്ചതും. ഇന്നത്തെ സൂചിപ്രയോഗത്തിനേറ്റപ്പോൾ ഒന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല. കുട്ടിയെ കാന്തത കണ്ണുകൊത്തി കളിക്കുന്ന വിദ്യാലയ മുഖ്യമുണ്ടൊന്നിനി. പൊട്ടിക്കരഞ്ഞും ശഠിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും. ചന്ദ്ര കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതായി കരിഞ്ഞൊരി കൈകളോ. പെട്ടെന്ന് വാഹനം മുന്നോട്ട് പോവുകയായി. ഇന്നിക്കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ട് കരിന്തിരിയാളും വരെയവർ. ഒന്നെന്നെ കൊണ്ടുപോയിടേണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണ് മുന്നിൽ? പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ. ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോളോർത്തു കരിമ്പടം അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട്. മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം. ഉടച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും. മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. നെല്ലത്തിരിഞ്ഞൊന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ. വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി
മയങ്ങിക്കിടക്കുന്നു പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. ഇതാണ് കവിത. നിങ്ങൾ പല ഈണത്തിലും താളത്തിലൊക്കെ ഈ കവിത ചൊല്ലുക. നന്നായി ചൊല്ലാൻ പറ്റുന്ന ഒരു കവിതയാണ് റഫീഖ് അഹമ്മദിന്റെ ഈ കവിത. അപ്പം ഇന്ന് വൃദ്ധന്മാർ അനുഭവിക്കുന്ന പ്രശ്നത്തെ പറ്റിയാണ് ഈ ഒരു കവിത നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്നത്. നമ്മള് പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാറുണ്ട്, പിന്നെ അമ്പലത്തിന്റെ മുറ്റത്ത് അമ്മയെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അച്ചാച്ചനെ റോഡിൽ ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ കേൾക്കാറുണ്ട്. അത്തരം ഒരു വാർത്ത കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരമ്മയെ മകൻ കൊണ്ട് ഉപേക്ഷിച്ചതിന്റെ ഒരു വാർത്ത ന്യൂസ് പേപ്പർ കണ്ടിട്ട് ആണ് കവിക്ക് ഈ ഒരു കവിത എഴുതാൻ പ്രചോദനം എന്ന് കവി ഒരിക്കൽ പറയുകയുണ്ടായി. എന്തായാലും നമ്മള് വാർദ്ധക്യത്തിൽ അച്ഛനമ്മമാരെ സംരക്ഷിക്കുകയാണ് വേണ്ടത്, ഉപേക്ഷിക്കുകയല്ല എന്ന ഒരു സന്ദേശമാണ് ഈ കവിത നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്നത്. അപ്പം ഇത് റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്നൊരു കവിതയാണ്. ഇത് വായിച്ചു പോകാന്ന് മാത്രമല്ല, കവിത പാടി പാടി ആസ്വദിക്കാനൊക്കെ ഉള്ളത് തന്നെയാണ് ശരി. എന്നാലും ഇതിലെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുക. അപ്പം ഇവിടെ ഭാര്യയുടെ നിർബന്ധം മൂലം ഒരു മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ തന്റെ കാറിന്റെ പിൻസീറ്റിൽ അമ്മയെ ഇരുത്തിയിട്ട്, നേരാവണ്ണം ഇരിക്കാൻ വയ്യാത്ത ഒരമ്മയാണ്, വയസ്സായിട്ടുണ്ട്. ആ അമ്മയെ പിൻസീറ്റിൽ ഇരുത്തിയപ്പോൾ വലത്തോട്ട് ഇങ്ങനെ ചാഞ്ഞു ചാഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയുള്ള അമ്മയെയും കൊണ്ട് മകൻ ഓരോ സ്ഥലത്തായിട്ട് ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ മകൻ ഒരിക്കലും അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അവസാനം തിരിച്ചു വീട്ടിലെത്തുക. മരണത്തിൽ പോലും അമ്മ മകനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഭാര്യയുടെ പഴി കേൾക്കേണ്ടി വരരുത് എന്റെ മകൻ എന്ന ഒരു വിശ്വാസത്തോടെയാണ് അമ്മ കാറിൽ തന്നെ മരിച്ചത് എന്ന് വായനക്കാരന് തോന്നുന്ന വിധത്തിലാണ് റഫീഖ് അഹമ്മദിന്റെ ഈ ഒരു കവിതയുടെ അവസാനം. ഓരോ ഖണ്ഡമായിട്ട് നോക്കാം. പിൻസീറ്റിലെത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ട് ഓരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. കാറിന്റെ പിൻസീറ്റിൽ എത്ര നേരെ ഇരുത്താൻ ശ്രമിച്ചിട്ടും അമ്മ ചരിഞ്ഞ് പോയി. നീരറ്റ് വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ അമ്മയുടെ സൂക്ഷ്മഭാവം കവി ചിത്രീകരിച്ചിട്ടുണ്ട്. അമ്മയുടെ കൈയൊക്കെ എങ്ങനെയുണ്ട്? നീരൊക്കെ വറ്റി വരണ്ട് ചുള്ളി പോലെ, ഉണക്ക കമ്പ് പോലെ ആയിട്ടുണ്ട് അമ്മയുടെ കൈകൾ. വാർദ്ധക്യത്തിൽ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ക്ഷയിക്കും. അപ്പോ അമ്മയുടെ കൈയൊക്കെ എങ്ങനെയുണ്ട്? ഉണക്ക പുള്ളി പോലെ ആയിട്ടാണ് ഇപ്പോൾ മകന് തോന്നുന്നത്. അതെങ്ങനെ? നിവരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചില്ല. കാറിൽ കയറ്റുമ്പോൾ അമ്മ മകനോട് എവിടേക്കാണ് പോകുന്നത് എന്ന് ഒന്നും ചോദിച്ചില്ല. എന്തിനാണ് പോകുന്നത് എന്നും ചോദിച്ചില്ല. പക്ഷേ അമ്മയുടെ കണ്ണുകൾ എങ്ങനെയുള്ളതായിരുന്നു? കണ്ണുകൾക്ക് മങ്ങി പഴകിയ പിഞ്ഞാണ വർണ്ണമായി. കണ്ണിന്റെ അഴകും സൗന്ദര്യവും തെളിച്ചവും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ അതൊരു പഴകിയ പിഞ്ഞാണപാത്രം പോലെ ആയിട്ടുണ്ട്. കണ്ണിന്റെ ആ വെണ്മ നഷ്ടപ്പെട്ട ഒരമ്മയുടെ അവസ്ഥയാണ് ഇവിടെ കവി നമ്മളോട് പറയുന്നത്. ആ കണ്ണ് എങ്ങനെയുള്ളതാണ്? പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. കണ്ണില് നന്നായിട്ടൊന്നും വയസ്സായ ആൾക്കാരെ ശുശ്രൂഷിച്ചില്ലെങ്കിൽ അവരുടെ കണ്ണിലൊക്കെ എന്താണ്? പീളയും പാടയും ഒക്കെ ഉണ്ടാവും. അതൊക്കെ വൃത്തിയാക്കേണ്ടത് വീട്ടിലുള്ള മറ്റു മക്കളും പേരക്കുട്ടികളും ഒക്കെയാണ് ചെയ്യേണ്ടത്. അതൊന്നും ചെയ്തു കൊടുക്കാതെ ഇവരാകെ വൃത്തികേടായിട്ടാണ് ഈ അമ്മൂമ്മ ഉള്ളത്. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ. അങ്ങനെ കാറിലാണ് ഉള്ളത് മകൻ ഇങ്ങനെ ഇരുട്ടത്താണ് സഞ്ചരിക്കുന്നത്. റോഡൊക്കെ എന്താണ്? വിജനമാകുന്ന ആ സമയം നോക്കിയാണ് മകൻ ഇങ്ങനെ മെല്ലെ മെല്ലെ കാർ ഓടിച്ച് പോകുന്നത്. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ ആകാശഗോപുരങ്ങൾക്ക് താഴത്തവ. നമ്മള്
രാത്രി ഒരു 8-9 മണിയായിട്ടുണ്ട്. ആ സമയത്ത് ഓരോരോ കടകളായി കൂട്ടിയിട്ടുണ്ട്. ആളുകളൊക്കെ തെരുവീതിയിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ആ സമയത്താണ് മകൻ ഇങ്ങനെ കാറിൽ അമ്മയെയും കൊണ്ട് എവിടെ ഉപേക്ഷിക്കും എന്ന് ഒരു അവസരം കാത്തു നിൽക്കുകയാണ് മകൻ. എല്ലാ മാളുകൾ, ഇവിടെ എന്താണ് പെരുമാള് എന്ന് പറഞ്ഞാല് വലിയ മാള്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നൊക്കെ പറയാം. രണ്ടാമത്തെ പെരുമാളിന് ദൈവം എന്നൊരർത്ഥമുണ്ട്. പെരുമാൾ ദൈവം എന്നൊരർത്ഥം കൂടിയുണ്ട്. 2 വാക്ക് വ്യത്യസ്തമായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പെരുമാളിന്റെ, വലിയ മാളിന്റെ, ഈ പെരുമാളിന്റെ ദൈവത്തിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു. അമ്മയെ കാറിൽ നിന്ന് ഈ പെരുമാളിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ഇറക്കാമെന്ന് മകൻ ഇങ്ങനെ ഓർത്തു. ആ സമയത്ത് അവിടെ എന്താണ്, മാളിന്റെ സമീപത്തായിട്ട് ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട്. പ്രസവിച്ച പട്ടിക്ക് എന്തുണ്ടാവും, ശൗര്യം കൂടുതലായിരിക്കും. ആ സമയത്ത് പെറ്റു കിടക്കും തെരുവ് പട്ടിക്കെന്തൊരൂറ്റം, കുരച്ചത് ചാടി കുതിക്കുന്നു. മകന്റെ നേർക്ക് ചാടി കുതിക്കുകയാണ് ഈ പട്ടി. അപ്പൊ അവിടെ കവി മാതൃത്വത്തിന്റെ 2 ഭാവങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. ഒന്ന്, കുട്ടിയെ സംരക്ഷിക്കാനുള്ള അമ്മയുടെ വ്യഗ്രത. ഇവിടെ മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ തത്രപ്പാട്. 2 ഭാവം ആ ഒരു 2 വരിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് മകൻ എവിടേക്കാ പോകുന്നത്, അവിടെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അടുത്തതായിട്ട് ജില്ലാശുപത്രിയുടെ അരികിലേക്കാണ് മകൻ അമ്മയെയും കൊണ്ട് കാറിൽ കയറ്റി ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ജില്ലാശുപത്രിക്കരികിലൊരേയൊരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തൊരിരുളിടം. ജില്ലാശുപത്രിന്റെ അടുത്ത് ഒരു രാക്കട. എന്താ രാക്കട എന്ന് പറഞ്ഞാല്, രാത്രിയിൽ മാത്രം തുറന്നിരിക്കുന്ന കടയാണ് രാക്കട, അല്ലെങ്കിൽ രാത്രിയിലും തുറന്നിരിക്കുന്ന കട. അവിടെ 2-3 ആളുകൾ ഉറക്കമൊക്കെ വരുന്നുണ്ട്. എന്നാലും അവര് പിടിയക്കാരനും 2-3 ആൾക്കാർ ആശുപത്രി ആയതുകൊണ്ട് തന്നെ രോഗികൾ ആശുപത്രിയിലുള്ളപ്പോ കൂട്ടിരിപ്പുകാരായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ കടയിൽ 2-3 ആളുകൾ ഉണ്ട്. അതിന്റെ പിന്നിലായിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. മകൻ വിചാരിച്ചു അവിടെ അമ്മയെ ഉപേക്ഷിക്കാം. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ടപ്പടിയോരോന്ന് കേറി കിതച്ചതും. ആശുപത്രി കണ്ടപ്പോ തന്നെ മകന് താൻ ബാല്യകാലത്തില് തനിക്ക് പനിച്ചപ്പോൾ അമ്മ തന്നെയും എടുത്തുകൊണ്ട് ആശുപത്രി കോണികൾ കിതച്ച് കയറിയതും അവിടെ നിന്ന് ഇഞ്ചക്ഷൻ എടുത്തതും ഒക്കെ മകന്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മയായി, ഒരു നീറ്റലായിട്ട് തികട്ടി വരികയാണ്. അതും ഈ കവിതയിൽ ഓർമ്മയ്ക്കും ഗന്ധത്തിനും ഒക്കെ കുറെ പ്രാധാന്യം കവി കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കുക, പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി. പടികളിൽ തടഞ്ഞത് തന്റെ മനസ്സിലെ ഓർമ്മയാണ് തടഞ്ഞത്. പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ടപ്പടിയോരോന്ന് കേറി കിതച്ചതും. അന്നത്തെ സൂചി പ്രയോഗത്തിൻ നീറ്റൽ പോൽ ഒന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. അന്നത്തെ ഇഞ്ചക്ഷന്റെ ആ വേദന ഇപ്പോൾ മനസ്സിലൂടെ ഒന്ന് കടന്നുപോയി. അമ്മയെ ഉപേക്ഷിക്കരുതല്ലോ എന്നൊരു തോന്നല് മകന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു വേദന അവന് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ആ ഒരു ഓർമ്മയിലൂടെ കവി നമ്മുടെ മുന്നിലേക്ക് തരുന്നത്. പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല, കുട്ടിയെ കാന്തത കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയ മുറ്റമുണ്ടൊന്നിനി. പൊട്ടിക്കരഞ്ഞും ശടിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിയും തന്നു നിന്നതും. ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും ഉച്ചിയതാര് കരിഞ്ഞൊരി കൈകളോ. പിന്നെ അടുത്തതായിട്ട് ഉപേക്ഷിക്കാനുള്ള ഒരു സ്ഥലം വിദ്യാലയ മുറ്റമാണ്. അപ്പോഴും അവന് അമ്മയെ അവിടെ ഉപേക്ഷിക്കാൻ കഴിയാതെ തന്റെ 1-ാം ക്ലാസ്സിലെ അനുഭവമാണ് അവന്റെ മനസ്സിലേക്ക് വരുന്നത്. സ്കൂളില് രാത്രി ആയതുകൊണ്ട് തന്നെ കുട്ടികളും വെളിച്ചമൊന്നുമില്ലാത്തൊരു ഏകാന്തമായ അന്തരീക്ഷമാണ്. പക്ഷെ ഏകാന്തതയാണ് അവിടെ കണ്ണുപൊത്തി കളിക്കുന്നത് എന്ന് മകന് തോന്നുകയാണ്.
അവിടെ എന്താണ്, 1-ാം ക്ലാസ്സില് കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ, അല്ലെങ്കിൽ ശടിച്ച് കുതറി വീട്ടിലേക്ക് തന്നെ തിരിച്ചോടാനൊക്കെ നോക്കിയപ്പോൾ അമ്മ സ്കൂൾ മതിലിന്റെ പുറത്ത് ഉച്ചവരെ അവനെ കാത്തിരുന്ന ആ ഒരു രംഗം മകന്റെ മനസ്സിലൂടെ കടന്നു പോകാൻ. ഉച്ചയായപ്പോൾ സ്കൂള് വിട്ട് ഓടി അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മയൊന്ന് സ്നേഹപൂർവ്വം പിച്ചിയിരുന്നു. ആ പിച്ചിയ കൈകളല്ലേ ഈ കരിഞ്ഞ കൈകൾ എന്ന് മകന് തോന്നി. തന്റെ വിദ്യാഭ്യാസത്തിനൊക്കെ ഏറെ പ്രാധാന്യം കൊടുത്ത ഒരാളായിരുന്നു തന്റെ അമ്മ എന്നൊരു ഓർമ്മപ്പെടുത്തൽ മകന്റെ ഉള്ളിലൂടെ വന്നപ്പോൾ അവൻ അവിടെയും അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. വീണ്ടും കാറ് മുന്നോട്ടെടുക്കുകയാണ്. പെട്ടെന്ന് വാഹനം മുന്നോട്ട് പോകയായി. എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ട് കരിന്തിരിയാളും വരെയവർ ഒന്നെന്നെ കൊണ്ടുപോയിടേണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ. ഇനി എവിടെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത് എന്ന് മകൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അവന് തോന്നി, എപ്പോഴും അമ്മ അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ ശല്യപ്പെടുത്തുമായിരുന്നു. പ്രതിഷ്ഠിച്ച കോവിലിൽ, അല്ലെങ്കിൽ കോവിൽ എന്ന് പറഞ്ഞാൽ അമ്പലം, അമ്പലത്തിൽ പോകാൻ വേണ്ടി അമ്മ എന്നും മകനെ ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. അന്നൊന്നും മകൻ അമ്മയെ അമ്പലത്തിൽ കൊണ്ടുപോകാതെ ഇന്ന് അമ്പലമുറ്റത്ത് ഉപേക്ഷിക്കാമെന്ന് അവൻ മനസ്സിൽ കരുതി. ആരാണ് മുന്നിൽ പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റൊന്ന് കൊള്ളാനിറങ്ങിയോ. അമ്പലമുറ്റത്തെത്തിയപ്പോൾ ശ്രീകോവിലിന്റെ വാതിലൊക്കെ അടഞ്ഞിരിക്കുന്നു. ദൈവം പോലും എന്താണ്, മനുഷ്യന്റെ ഈ ചെയ്തികൾ കണ്ട്, ദുഷ്പ്രവർത്തികൾ കണ്ട് അമ്പലത്തിന്റെ ഉള്ളിലിരിക്കാതെ പുറത്തേക്ക് പോയതാണോ? ആരാണ് മുന്നിൽ, ദൈവമാണോ തന്റെ മുന്നിൽ ഇറങ്ങി നിൽക്കുന്നത് എന്ന് മകന് തോന്നുകയാണ്. എന്തായാലും അവന്റെ ഉള്ളിൽ കുറ്റബോധമുണ്ട്. അമ്മയെ ഉപേക്ഷിക്കുന്നത് തെറ്റാണെന്നറിയാം, ദൈവത്തിന് നിരക്കാത്തതാണെന്നറിയാം. അതുകൊണ്ടാണ് ദൈവം ഇറങ്ങി പുറത്തേക്ക് വന്നതാണോ, ഈ അശാന്തമായ അന്തരീക്ഷം എനിക്ക് കാണേണ്ട എന്ന് കരുതി പുറത്തേക്ക് വന്നതാണോ എന്ന് ആണ് മകന് തോന്നിയത്. ആരാണ് മുന്നിൽ പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റൊന്ന് കൊള്ളാനിറങ്ങി. ഈശ്വരൻ പോലും കാറ്റുകൊള്ളാൻ പുറത്തേക്ക് ഇറങ്ങിയതാണോ എന്ന ഒരു തോന്നൽ മകനുണ്ടായി. പിന്നീട് വീണ്ടും കാറിൽ കയറി. ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട്. മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. കാറിന്റെ ഗ്ലാസ് ഉയർത്തിയപ്പോൾ എന്താണ്, ഭയങ്കര തണുത്ത കാറ്റ് കാറിന്റെ ഉള്ളിലേക്ക് അടിച്ചു കയറി. ആ സമയം മകന് ഓർമ്മ വരികയാണ്, അമ്മയുടെ വയറ്റത്ത് പറ്റി കിടന്നപ്പോൾ കമ്പിളി പുതപ്പ് പുതച്ച പോലെ, അല്ലെങ്കിൽ കരിമ്പടം പുതച്ച ഒരു അനുഭവം അന്നുണ്ടായിരുന്നു. ആ ചൂട് അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. പിന്നെ അമ്മയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, വീട്ടുജോലിയൊക്കെ ചെയ്ത് അമ്മയെന്നും ക്ഷീണിച്ച് മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി അതേപോലെ അമ്മ മുടിയില് കാച്ചിയ എണ്ണയൊക്കെ തേക്കാറുണ്ടായിരുന്നു. അപ്പൊ അമ്മയുടേതായിട്ടുള്ള ഒരു ഗന്ധമായിട്ടാണ് മകന് കാച്ചിയ എണ്ണയുടെ മണം അനുഭവപ്പെടുന്നത്. അതും അവന് ഇങ്ങനെ തോന്നി. പിന്നെന്താണ്, പുലർച്ചയിൽ അമ്മ രാവിലെ മകന് വേണ്ടി ചായയും കടിയൊക്കെ ഉണ്ടാക്കുമ്പോ, അന്ന് ഗ്യാസും സ്റ്റൗ ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഓലക്കൊടിയൊക്കെ അടുപ്പിലിങ്ങനെ ഊതി കത്തിക്കുമ്പോൾ ഓലക്കൊടിക്ക് എന്താണ്, ഓലയ്ക്കൊരു മണം ഉണ്ടാവും. ആ മണം അവന്റെ മനസ്സിലേക്ക് അറിയാതെ അടിച്ചെത്തുക. കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. അപ്പൊ അമ്മയെ ഒരിക്കലും അവൻ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അമ്മയോടുള്ള സ്നേഹം ഒരു വശത്തുണ്ട്, മറുവശത്ത് ഭാര്യ ഉപേക്ഷിക്കാൻ പറഞ്ഞ അതില് രണ്ടിന്റെയും കൂടി നടുവിൽ ധർമ്മസങ്കടത്തിലാകുന്ന ഒരു മകനെയാണ് നമുക്ക് ഈ കവിതാഭാഗത്ത് കാണാൻ കഴിയുന്നത്. പിന്നെ ഓർക്കുകയാണ്, വീട്ടിലേക്ക് കൊണ്ടുപോയാൽ എന്താണ് എന്റെ ഭാര്യയുടെ പ്രതികരണമെന്ന്. ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും, മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. അപ്പൊ അമ്മയെ ഉപേക്ഷിക്കാതെ വീട്ടിലെത്തിയ ഭാര്യ ശകാരിക്കും. എന്താണ്, ഒന്നിനും കൊള്ളരുതാത്തവൻ, നിങ്ങളൊക്കെ എന്തിനു പറ്റും എന്ന അവളുടെ ശകാരം എന്തായാലും കേൾക്കും, ഉറപ്പാണ്.
എന്തായാലും വേണ്ടില്ല, എനിക്ക് വീട്ടിലേക്ക് മടങ്ങിയേ തീരൂ എന്ന് അവൻ വിചാരിച്ചു. ആ അമ്മയോടുള്ള സ്നേഹവും ഭാര്യയോടുള്ള വാക്ക് കൊടുത്തതും രണ്ടും കൂടിയുള്ള ഒരു ധർമ്മസങ്കടത്തിൽ ഉഴലുന്ന ഒരു മകൻ. തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. ആകെ നിസ്സഹായാവസ്ഥയിലായതുകൊണ്ടാണ് തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു എന്ന് പറഞ്ഞത്. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി. കാറിന്റെ പിന്നിലെ സീറ്റിലേക്ക് മകനൊന്ന് തിരിഞ്ഞു നോക്കി. എന്താണ്? പിറകിലെ സീറ്റിലുണ്ടമ്മ, വലത്തോട്ട് പൂർണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. അപ്പൊ കാറിന്റെ സീറ്റില് വലത്തോട്ട് ചാഞ്ഞ് പിന്നിലോട്ട് വലിഞ്ഞ് കിടക്കുകയാണ്. ചാഞ്ഞ് മടങ്ങി മയങ്ങി കിടക്കുന്നു. അപ്പോഴത്തേക്ക് അമ്മ മരിച്ചു പോയിട്ടുണ്ട്. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. കണ്ണടയ്ക്കാതെ തന്നെയാണ് അമ്മ മരിച്ചത്. അപ്പം എന്നെ നിർദ്ദയമായി നോക്കുകയാണോ എന്ന് മകന് തോന്നുന്നുണ്ട്. മകന്റെ കുറ്റബോധമാണ് ആ ഒരു വരിയിൽ പ്രകടമാകുന്നത്. എന്നെ ദയയില്ലാതെ അമ്മ നോക്കുകയാണ്, എന്നെ തുറച്ചു നോക്കുകയാണ്, മരണത്തിൽ പോലും എന്നോട് ദേഷ്യപ്പെടുകയാണോ എന്ന് മകന് തോന്നുന്നുണ്ട്. പക്ഷെ അമ്മ എന്താണ് ചെയ്യുന്നത്? മകനെ മരണത്തിൽ പോലും സഹായിക്കുകയാണ്. ഭാര്യയുടെ പഴിവാക്കിൽ നിന്ന്, കുത്തുവാക്കിൽ നിന്ന് മകനെ സഹായിക്കുന്ന ഒരു അമ്മയെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്തായാലും റഫീഖ് അഹമ്മദിന്റെ ഒരു നല്ലൊരു കവിതയാണ്. ആരെയും ഹൃദയം അലിയിക്കുന്ന വിധത്തിലാണ് ഇദ്ദേഹത്തിന്റെ കവിതയുടെ രചന. അപ്പൊ ഇദ്ദേഹം വൃദ്ധന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഈ ഒരു കവിത എഴുതിയിട്ടുണ്ടാവുക. ആ കവിത നമ്മൾ പഠിച്ച് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുമ്പോഴാണ് നമ്മൾ ദിനാചരണങ്ങളൊക്കെ ആഘോഷിക്കാറുള്ളത് അല്ലെങ്കിൽ ആചരിക്കാറുള്ളത്. ഒക്ടോബർ 1 ലോക വയോജന ദിനമാണ്. വൃദ്ധന്മാർ ഇന്ന് സമൂഹത്തിൽ ഏറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് വേണ്ടി ഒക്ടോബർ 1 ലോക വയോജന ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വയോജനങ്ങളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി വൃദ്ധസദനങ്ങളും പിന്നെ അനാഥാലയങ്ങളും അങ്ങനെയൊക്കെ കൂടുതൽ പകൽ വീട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിൽ തന്നെ ഉണ്ട്. അത്തരമൊരു അവരെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത് എന്നൊരു ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇത്തരം പ്രവർത്തികളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്. അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അനാഥയായ കുട്ടികളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലൊക്കെ കുട്ടികളെ ഉപേക്ഷിക്കാൻ തോന്നുകയാണെങ്കിൽ ഉപേക്ഷിക്കാനുള്ള ഒരിടമാണ് അമ്മത്തൊട്ടിൽ. ഇവിടെ വൃദ്ധന്മാരെ അല്ല അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കേണ്ടത്, കുട്ടികളെയാണ് സാധാരണയായിട്ട് അമ്മത്തൊട്ടിലൊക്കെ ഉപേക്ഷിക്കാറുള്ളത്. ഈ കവിതയുടെ പേര് അമ്മത്തൊട്ടിൽ എന്നാണ്. അതും സർക്കാരിന്റെ ഒരു പദ്ധതി തന്നെയാണ് അമ്മത്തൊട്ടിൽ. അവിടെ തിരുവനന്തപുരത്തൊക്കെ കുട്ടികളെ തെരുവ് നായ്ക്കളൊന്നും ഉപദ്രവിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു തൊട്ടിൻ്റെതായിട്ട് തന്നെ അവിടെ ഉണ്ട്. അപ്പൊ അത് ശിശുക്ഷേമ സമിതിയുടേതോ സാമൂഹ്യ നീതി വകുപ്പിന്റെ എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും സർക്കാരിന്റെ ഒരു പരിപാടിയാണ് അമ്മത്തൊട്ടിൽ. അപ്പം നമ്മള് ഈ കവിത പഠിച്ച് കുറെ മൂല്യങ്ങളൊക്കെ ഉൾക്കൊള്ളണം. വെറുതെ റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്ന കവിത ഈണത്തിലും താളത്തിലൊക്കെ പാടി വായിച്ചു എന്നുള്ളത് മാത്രം ആവരുത്. നമ്മള് ജീവിതത്തില് നമ്മുടെ അച്ഛനമ്മമാരെയും അപ്പൂപ്പന്മാരെയും മാമ പാപ്പ ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അവർ ജീവിതത്തിന്റെ ഭൂരിപക്ഷം സമയങ്ങളിലും നമുക്ക് വേണ്ടി ചെലവഴിച്ചവരാണ്. അവര് നമ്മുടെ കാൽ വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി നോക്കി ആകുലപ്പെട്ടവരാണ്. അവരെ ജീവിത സായാഹ്നത്തിൽ ഒരിക്കലും വേദനിപ്പിക്കരുത്. ആ ഒരു ലക്ഷ്യമായിരിക്കണം നിങ്ങൾ ഈ കവിത പഠിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവേണ്ടത്. എന്നാൽ കവി ഏറെക്കുറെ വിജയിച്ചു.